സോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നോർവേയുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സുഹൃത്ത് കോണ്ടാക്ട് ചെയ്തു. അവൻ നോർവേയിൽ എത്തി, ഒരു ഏജൻസി ത്രൂ ആണ് എത്തിയത് എന്നെല്ലാം പറഞ്ഞൊരു കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഏജൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എനിക്ക് അവൻ തന്നു. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്തു. ഞാൻ പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ഏജൻസി കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് വന്നിട്ട് തുറന്ന് പറയുവാണ് ഇന്ന ഏജൻസിയാണ് എന്നുള്ള രീതിയിൽ. അവിടെ 2-3 പ്രശ്നങ്ങൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളുടെ അടുത്തൊരു ചോദ്യമായിട്ട് ചോദിച്ചത്, എങ്ങനെയാണ് ഓപ്പണായിട്ട് എല്ലാ പ്രാവശ്യത്തെ പോലെയും വന്ന് പുറത്ത് പറഞ്ഞാൽ മതിയോ, അതോ ഞാൻ കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്തിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രം അത് കൊടുത്താൽ മതിയോ എന്നുള്ള ചോദ്യമാണ്. കാരണം പറഞ്ഞുതരാം, നിങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു, പലരും എനിക്ക് DM വന്നു, പലരുടെയും സിറ്റുവേഷൻ പറഞ്ഞു, പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പല കാര്യം എല്ലാം ഞാൻ അറിഞ്ഞു. അത് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഫുൾ ലെങ്ത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് യൂട്യൂബിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. വളരെ കാലങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. പല കമ്പനീസിനെ നമ്മൾ എടുത്തിട്ട് സ്പോൺസർഷിപ്പ് ജോബ്സ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. പല കൺട്രീസിലെ പല വെബ്സൈറ്റുകൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടുത്തെ പല വിസ സിസ്റ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പല കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുമെന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ആൾക്കാർക്കൊക്കെ ഇന്ന ക്വാളിഫിക്കേഷൻ ഇന്ന ആൾക്കാർ അവർക്കൊക്കെ കിട്ടുള്ളൂ. അതിലും ഒരു 1000-10,000 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേസാണ് നമ്മൾ. ആ റേസിനകത്ത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേഗതയിൽ ഓടുന്ന ആൾ, ഇല്ലെങ്കിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഇപ്പം തലവരെയുള്ള ആൾക്കാർ, ഇവർക്കൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് കിട്ടി. അങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് ചിലർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ചിലർ പല വർക്ക് വിസയിലും പല രാജ്യങ്ങളിൽ കയറി പോയിട്ടുണ്ട്. അത് ഉള്ളത് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ അവരുടെ സക്സസ് സ്റ്റോറീസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഏജൻസിയെ കണ്ടു. ആ ഏജൻസി നിങ്ങൾ മുന്നിലോട്ട് തുറന്നു കാണിച്ചു. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളവരും ഇല്ലാത്തവരും വഴിയെ പോയവരും കണ്ടവരും നിന്നവരും എല്ലാവരും കയറി അതിനകത്ത് രജിസ്റ്റർ ചെയ്തു, അപ്ലൈ ചെയ്തു, അവരുടെ ഡാറ്റാബേസ് മുഴുവൻ നിറച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ഉള്ളത് ശരിക്കും നമ്മൾ ആരും വില പോലും ചെയ്തിട്ടില്ല. കാരണം അവർ എല്ലാവരും കയറി അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ CV പോലും അവരുടെ മുന്നിലേക്ക് എത്തില്ല. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരു HR സംബന്ധിച്ചിട്ടില്ല, ഞാൻ മുമ്പിൽ ഇരുന്നിട്ട് അതൊക്കെ കണ്ടെത്തി കറക്റ്റായിട്ടുള്ള ആപ്റ്റാളെ തിരയാന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഫിൽട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഫുൾ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾക്കറിയാം, ഞാനത് ഒരുപാട് സമയം അതിനകത്ത് ഇരിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ജോലിയുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്യണം, വീട്ടിൽ നോക്കണം, പല കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ചെയ്യാനും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയമാണ്. അതുമാത്രം ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇരിക്കാനൊന്നും സാധിക്കില്ല. ഇതിപ്പോൾ ഞാനൊരു പെയ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പണികൾ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പെയ്ഡായിട്ട് പല 1-to-1 കൺസൾട്ടേഷനും വിസ ഗൈഡൻസും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ അതുപോലെ കരിയർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പ് മേറ്റിലൂടെ കൊടുക്കുന്നുണ്ട്. അത് റെഗുലറായിട്ട് നമുക്കറിയാം ഒരു കുറച്ച് ബുക്കിങ്സ് എപ്പോഴും വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു സമയം നമുക്ക് അവർ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർ എമർജൻസി അവർക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളത് പറയും. ചിലർ നമ്മൾക്ക് മെസ്സേജുകളായിരിക്കും, ചറപറാന്ന് മെസ്സേജുകളായിരിക്കും, മെസ്സേജ് കണ്ടില്ലെങ്കിൽ തെറിവിളിയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി 1-to-1 വെച്ചിരിക്കും. കാരണം അവർക്ക് അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ അതിൽ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ അതും ചിലർ ചെയ്യില്ല, അതിനും ചിലർ തെറിവിളിയാണ്. സോ അങ്ങനെയുള്ളവർ നമ്മൾ വിലക്കേ എടുക്കുന്നില്ല. അവർക്ക് സ്വപ്നം മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരുമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവേയുടെ കേസ് ഞാൻ മുന്നേ പറഞ്ഞു, എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ ചെയ്യുന്നതെല്ലാം എക്സ്പെരിമെൻ്റ് ആണ്. ചിലർക്ക് യൂസ്ഫുൾ ആവാം, ചിലർക്ക് അത് യൂസ്ഫുൾ ആവില്ല. ചിലർക്ക് ജോലി കിട്ടും, ചിലർക്ക് ചിലപ്പോൾ ട്രൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ പൈസ പോകും. ഞാൻ മാക്സിമം ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതെ എങ്ങനെ നിങ്ങൾ അവിടെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെരിമെന്റ്. സോ അതുകൊണ്ട് തന്നെ വളരെ മണ്ടത്തരമായിട്ടുള്ള എക്സ്പെരിമെന്റ് ആണെന്നാണ് പലരും എൻ്റെ ചുറ്റുമുള്ള, ഞാൻ കൺസൾട്ടൻസി ഒക്കെ നടന്നുകൊണ്ട് തന്നെ പലരും പറയുന്നതൊക്കെ വെറുതെ ചെയ്യുന്നതാണ്. കാരണം നിന്റെ സമയം, നിന്റെ പൈസ ഇതൊക്കെ നീ പോവുകയാണ്, വേസ്റ്റ് ആക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കയറി വന്നത് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഞാൻ അത് കണക്കിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഏജൻസി ത്രൂ ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇപ്പോൾ കമന്റ് ബോക്സിൽ ഞാൻ ഈ ഒരു ഏജൻസിയുടെ പേര് പുറത്ത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചു. പലരും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങളും, അതേപോലെ പലരുടെയും ക്വാളിഫിക്കേഷനും ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള പലരും എന്നെ കോൺടാക്ട് ചെയ്തു. എല്ലാവർക്കും ഡീറ്റെയിൽ അറിയണം, ഏജൻസിയുടെ ഡീറ്റെയിൽ അറിയണം എന്നുള്ളതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഏജന്റ് ആയിരിക്കും, ഈ ഒരു ഏജൻസിയുടെ വിവരം ഒരു ഏജന്റിന് കിട്ടുവാണെങ്കിൽ എന്നെ പോലെ തന്നെ ചിലപ്പോൾ ഇതിനകത്ത് ഇരുന്ന് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ജോലിയും മേടിച്ച് തന്ന് അവൻ ഒരു 2, 3, 4, 5 ലക്ഷം രൂപ അടിച്ചെടുക്കും.
തീർച്ചയായിട്ടും അടിച്ചെടുക്കും. ഇതിലും അടിച്ചെടുക്കാനുള്ള ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനിത് നിങ്ങളിത് പ്രൊഫൈൽ മേടിച്ചത് എൻ്റെ വേക്കൻസി പോലെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മേടിക്കാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. ഫിൽട്ടർ ചെയ്യും, ക്വാളിറ്റി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അതിന് സ്കിൽ, നോളേജ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് ഇതൊക്കെ ഉള്ളവരെ നമുക്ക് എടുക്കാം. കാരണം പലരുടെ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമാണ്, അത്ര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ ആരും പ്രാരാബ്ദം കണ്ട് നമ്മളെ വിസ തരൂല. ഇതിപ്പോൾ എനിക്ക് ആ കമ്പനിയായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങളുടെ പ്രൊഫൈൽ അങ്ങനെ എടുത്തു കൊടുത്താൽ പോലും അവർ തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും യുക്രൈനിലും മറ്റ് പല രാജ്യങ്ങളിലും വാറുള്ളതുകൊണ്ട് റെഫ്യൂജീസ് ഈ പറഞ്ഞ രാജ്യത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. എന്തുകൊണ്ട് അവരെ എടുക്കുന്നില്ല? കാരണം അവർ പ്രാരാബ്ദം നോക്കി എടുക്കുന്നതല്ല. ഇപ്പം നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും പ്രാരാബ്ദം വന്ന് മേടിച്ചിട്ട് ഒരാളെ നല്ലൊരു പൊസിഷനിൽ കൊണ്ടിരുത്തുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെയല്ല, സ്കിൽസിനെ നിങ്ങൾ വിശ്വസിക്കുക, പ്രാരാബ്ദത്തെ അല്ല, സ്കിൽസിനെ വിശ്വസിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസിന്, നോളജിന്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാർപ്പൻറ്റർ ആണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ വെൽഡറോ ഇലക്ട്രീഷ്യനോ ആരും ആണെങ്കിലും നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും നമ്മൾ ബിലീവ് ചെയ്യുക നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ നോളജിനെ ബിലീവ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾ അടിക്കാൻ ആളില്ലെന്ന് വിചാരിക്കുക. അത് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുന്ന ഈ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോസ്റ്റ് ചെയ്യാം. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, കഥ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ നോർവേയിലെ വേക്കൻസി മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഒരു കമ്പനി ഒരു ഏജൻസിയാണ്. ഈ ഏജൻസി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാൻ പവർ പോലെ അവിടെയുള്ള കുറച്ച് കമ്പനികൾ കൊടുക്കുവാണ്. ഇതൊരു മാൻ പവർ ഏജൻസിയാണ്. അപ്പോൾ ഈ ഒരു ഏജൻസി ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മാൻ പവർ കമ്പനി കൊടുത്തിട്ട് അവരുടെ സാലറി ഇവർ മേടിച്ച് അതിനകത്താണ് നിങ്ങൾ തരിക. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അപ്ലൈ ചെയ്യാൻ നിൽക്കണം. കഴിഞ്ഞ ഏതൊരു അമ്മ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ, ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഫ്രീ ആയിട്ട് ആരെങ്കിലും ചെയ്യാൻ വേണ്ടി എന്നെ പോലെ ഏതെങ്കിലും പൊട്ടന്മാരെ വേണ്ടി ഇരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയും തുറയില്ലാത്തതുകൊണ്ട് ഇരിക്കുവാണെന്നാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് അവൻ കമന്റ് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യാതെ തെറി വിളിക്കുന്ന ആൾക്കാർ ഇല്ല. നമ്മൾ പേയ്മെന്റ് മേടിക്കുന്നുണ്ട്, നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കാനും കാര്യങ്ങളും ഇതുപോലെ പ്രോപ്പർ ഗൈഡൻസിനും നമ്മൾ പൈസ മേടിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നമ്മുടെ കുറച്ച് സമയം ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്ത് കണ്ടിട്ട് ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്നു വിചാരിക്കരുത് കേട്ടോ. അതിന്റെ കുറെ പരിപാടികൾ അപ്പുറത്ത് ബാക്കി നടക്കുന്നുണ്ട്, പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറെ സമയം കൊടുക്കണം, ഫാമിലിക്ക് സമയം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മാൻ പവർ കമ്പനിയാണ്. അങ്ങനെ പോകാൻ താല്പര്യങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ തരത്തിലും ജോബും ഇല്ല. IT ജോബ് പലരും ചോദിക്കുന്നുണ്ട്, പല എഞ്ചിനീയറിംഗ് പല ജോബുകൾ ചോദിക്കുന്നുണ്ട്. ഡ്രൈവറും ട്രക്കും അതുപോലെ ഇലക്ട്രീഷ്യനും കാർപ്പൻറ്ററും എല്ലാവരും നമുക്ക് ജോലി ചോദിച്ചു. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ജോലികൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ജോബുകൾ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആവുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങൾ മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്കും നമ്മൾ ഇതേ മാതൃകയിൽ ഒരു പരിപാടി ചെയ്യും. അപ്പോൾ അതിന് ഞാൻ പേയ്മെന്റ് ചിലപ്പോൾ മേടിക്കും. ചിലപ്പോൾ ഒരു 10-50 പൗണ്ട് ഞാൻ മേടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഇതിനകത്ത് ഇരുന്ന് ഈ CV റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഈസി ടാസ്ക് അല്ല. കാരണം ഏതെങ്കിലും ഇതിന് മുമ്പ് നമ്മൾ കുറേ അധികം ജോലികളിലേക്ക് ആൾക്കാരെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പൈസയും മേടിക്കാതെ. അപ്പോൾ സംഭവത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000-10,000 CV വരും. ഇതിനകത്തുനിന്ന് പലരും അതിന്റെ CV അയക്കുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത CV അയക്കും, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പലതും. അത് അയച്ചാൽ അതിനകത്ത് നിന്നൊക്കെ നമ്മൾ എല്ലാം വായിക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഫിൽട്ടർ ചെയ്യാനായിട്ട് നോക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ജസ്റ്റ് ഒരു 10-50 അപ്ലിക്കേഷൻ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ബയോ, അതായത് ഈ ഡിസ്ക്രിപ്ഷനിനകത്ത് ഞാൻ മറ്റേ റെഡ് കളറിൽ മാർക്ക് ചെയ്തിടും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ റെഡ് കളർ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീലിൽ റെഡ് കളർ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് സമയമില്ല, രണ്ടാമത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാലും ആരുടെയും വേക്കൻസി ചിലപ്പോൾ ആരും എടുക്കാനുള്ള സാധ്യതയില്ല. സോ ഇപ്പൊ പറയുന്ന എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ഉള്ളവർ മാത്രം, ഒന്നും കൂടി പറയുകയാണ്, ഉള്ളവർ മാത്രം നിങ്ങൾ നമുക്ക് മെയിൽ അയച്ചാൽ മതി. കാരണം നിങ്ങൾ അതില്ലെങ്കിൽ എൻ്റെ സമയവും പോവും, നിങ്ങൾ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി കൂടി നഷ്ടമാക്കും. ഓക്കെ, അതും കൂടി മനസ്സിലാക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന വേക്കൻസിയാണ് വിചാരിക്കുക, നിങ്ങൾ പലരും അതിനകത്തേക്ക് അപ്ലൈ ചെയ്തിടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെയും കൂടി ഓപ്പർച്യൂണിറ്റി പോകും. അതേപോലെ നാളെ ഇതേപോലെ നിങ്ങൾക്കൊരു വേക്കൻസി വരുമ്പോഴും ഇവൻ വരും അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യും. സോ പരസ്പരം മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ട് കൊണ്ടുപോകാം, ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കൊണ്ടുപോകാം. ഇന്നുള്ള വേക്കൻസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് വേക്കൻസികളുള്ളൂ, ഒരു 3-4 വേക്കൻസികളേ ഉള്ളൂ. ഞാൻ സ്ക്രീനിൽ കാണുന്ന ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് വേണം. മെക്കാനിക്കാണ്, അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്കാണ് ഇപ്പോൾ കറന്റ് വേക്കൻസി ഉള്ളത്. വേക്കൻസിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് സ്ക്രീനിൽ കൊടുക്കുന്നത്. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, റീലിന്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാലാണ്, അത് മാത്രമല്ല ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൽ അയക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം പറഞ്ഞുതരാം. മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിയുടെ നെയിം അതിനകത്ത് ഇടുക. ഓക്കെ, നിങ്ങൾ ടെക്നീഷ്യൻ ആണോ, ടെക്നീഷ്യൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്യുക, വളരെ വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുക.
അതിൻ്റെ താഴത്ത്, അതായത് മെയിൽ ബോഡിക്കകത്ത് നിങ്ങൾ ഒരു കവർ ലെറ്റർ എഴുതുക. അതായത് നമ്മുടെ വേർഡിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് കൊണ്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുകയല്ല, ഇവിടെ നിങ്ങൾ എഴുതുക. ഞാൻ ഇന്ന ആളാണ്, ഇന്ന വർഷം ഇവിടെ പണിയെടുത്തു, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇതാണ് എൻ്റെ സ്കിൽസ്, നോളജ്, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ആപ്റ്റ് ആയിരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ജോലിക്ക് ആപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഫിൽട്ടർ ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്യും, ഇന്ന ക്വാളിഫിക്കേഷനിൽ എത്ര CV വന്നിട്ട് നോക്കും. ആ CVയിൽ ഒരു 50 CV നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വേക്കൻസിയുടെ ലിങ്ക് ഞാൻ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൽ അപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അവരുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ അതിനകത്ത് എഴുതി CV അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഞാൻ CV റിവ്യൂ ചെയ്യും. ആപ്റ്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ CV അങ്ങോട്ട് എത്തിക്കുന്ന പരിപാടി. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജങ്ക് മെസ്സേജസ് പോവില്ല, സ്പാമിലേക്ക് മെസ്സേജുകൾ പോവില്ല. ആപ്റ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ എത്തുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 50 പേർക്ക് ചിലപ്പോൾ ഇന്റർവ്യൂ വരാനുള്ള സാധ്യതയുണ്ട്, ഇന്റർവ്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക് ടെക്നീഷ്യൻ വേക്കൻസി ആണ്. അത് മാത്രമല്ല, മെക്കാനിക് ടെക്നീഷ്യൻ 2 വേക്കൻസി, 3 വേക്കൻസി ഉണ്ട്. ഓക്കെ, 3 വേക്കൻസി ഉണ്ട്. അതുപോലെ ഒരു കാർ പെയിന്റർ വേക്കൻസി ഉണ്ട്. ഓക്കെ, കാർ പെയിന്ററിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയാത്തവരുണ്ട്, ഇപ്പോഴും ഡിസ്ക്രിപ്ഷൻ വീഡിയോന്റെ താഴത്ത് തന്നെ കിടക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെക്കാനിക് ടെക്നീഷ്യൻസ് തന്നെയാണ് കുറെ എണ്ണം കിടക്കുന്നത്. സോ മെക്കാനിക് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ കുറച്ചധികം ഒരു 4 ടെക്നീഷ്യനും ഒരു കാർ പെയിന്റർ വേക്കൻസിയാണ് ഉള്ളത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി മാത്രം എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാത്രം CVകൾ മാത്രമേ എടുക്കുന്നുള്ളൂ.